ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഔട്ട് ഓൺ ട്രിപ്പിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കറിയാം, നമ്മൾ കേദാർനാഥിൽ വെച്ചാണ് വീഡിയോ അവസാനിപ്പിച്ചത്. അങ്ങനെ ശിവനെ കണ്ട സ്ഥിതിക്ക് പാർവതിയെ കാണാതെ പോകുന്ന സീരിയലല്ല. അപ്പം ഞങ്ങൾ നേരെ അവിടെ നിന്ന് പിടിച്ചു പാർവതി വാലിയിലേക്ക്. വി ആർ നൗ ഇൻ കസോൾ. അപ്പോൾ കസോളിലെ ചോജ് എന്ന് പറഞ്ഞ ഒരു വില്ലേജിലാണ് നാം ഇപ്പോൾ ഉള്ളത്. ഇവിടെ പരിചയത്തിലുള്ളൊരു കമ്പനിക്കാരൻ സ്റ്റേ റെഡിയാക്കി തന്നു. അപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ബാക്കി പരിപാടിയൊക്കെ വഴിയേ. പാറുവിനാണെങ്കിൽ ചെറുതായിട്ട് വയ്യാണ്ടിരിക്കുന്നത്. പാറു മാത്രമല്ലട്ടാ, കേദാറ് പോയി ഇറങ്ങി എല്ലാവർക്കും വയ്യ. ബസ്സിൽ കുറേ പേരൊക്കെ ഉണ്ടായിരുന്നു നടക്കാൻ പറ്റാണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ആദ്യം സ്റ്റേ കുറച്ച് മേളിലാണ്. മേജാകാറായി സ്റ്റേ കുറച്ച് മേളിലാണ്. അവിടെ കയറിയിട്ട് ഒന്ന് ഫ്രഷായിട്ട് ബാക്കി പരിപാടികൾ. അങ്ങനെ കറങ്ങി തിരിഞ്ഞ് നമ്മുടെ സ്റ്റേയുടെ ആളിനെ കണ്ടുപിടിച്ച്. ഈ പുള്ളിയാണ് സ്റ്റേയുടെ ആള്. ലിറ്റിൽ ഹാംലെറ്റ്. ഓക്കെ, and this is the property, Little Hamlet. നീച്ചെ ബസ്. ഇതാണ് നമുക്ക് കിട്ടിയേക്കുന്ന റൂം 101. ഓക്കെ, വലിയ റൂമാണ് കേട്ടോ. നല്ല കലക്കം ബെഡ്. ഇവിടെ വേറൊരു ബെഡ്, നല്ല ക്ലീൻ ബാത്റൂം വിത്ത് ഹീറ്റർ. 1200 രൂപ. മിററും ഉണ്ട് ഇവിടെ, പൊളി. പിന്നെ ഇവിടെ കഫേയും ഉണ്ട്. കഫേ മെനു. ചിലതൊക്കെ പ്രൈസ് കൂടുതൽ, ചിലതൊക്കെ പ്രൈസ് കുറവ്. ഓക്കെ, നൈസായിട്ടൊന്ന് ഫ്രഷായി പുറത്തേക്ക് ഇറങ്ങുന്നു. ഫുഡ് കഴിച്ചിട്ടില്ല. കാരണം നമ്മൾ ഈ ബുന്ദറിൽ ഇറങ്ങിയിട്ട് ബുന്ദറിൽ നിന്ന് കസോൾ വരെ വരാനായിട്ട് 1 മണിക്കൂർ എടുക്കുള്ളായിരുന്നു. പക്ഷേ കസോളിലേക്ക് ജനപ്രവാഹമായിരുന്നു. അതുകൊണ്ട് നമ്മൾ എത്തിയത് രാവിലെ 8 മണിക്ക് ബസ് കയറിയിട്ട് എത്തിയത് ഉച്ചക്ക് 12:30. അപ്പോൾ രാവിലത്തെ ഭക്ഷണം കഴിച്ചിട്ടില്ല, ഉച്ചക്കത്തെ ഭക്ഷണം കഴിച്ചിട്ടില്ല. ബ്രഞ്ചായിട്ട് ഇപ്പോൾ കഴിക്കാം. അപ്പോൾ അതാണ് ഫസ്റ്റ് പരിപാടി. എന്തായാലും നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് ചോജിലാണ്. ഫുഡ് അടി കഴിഞ്ഞിട്ട് നമുക്കൊന്ന് നൈസായിട്ട് ഇന്ന് കസോൾ വരെ ഒന്ന് പോയിട്ട് വരാം. ഇവിടെ നിന്ന് 1 കിലോമീറ്റർ ഉള്ളൂ കസോളിലേക്ക്.
ഷോജിന്ന് കഴിക്കാൻ പ്ലാൻ ചെയ്ത് നടന്ന് അവസാനം കസോളിലെത്തി. ചേച്ചിയാണെങ്കിൽ മെനു കയ്യിൽ പിടിച്ചിട്ട് SLCക്ക് പഠിക്കണ പോലെ ഇരുന്ന് പഠിക്കണുണ്ട്. കൺഫ്യൂഷൻ കഴിഞ്ഞിട്ട് ഏതെങ്കിലും ഒരെണ്ണം ഓർഡർ ചെയ്യട്ടെ ഒന്ന് പെട്ടെന്നാവട്ടെ. വിശന്നിട്ട് കണ്ണ് കാണാൻ പറ്റില്ല. ഫൈനലി ഒരു 10 മിനിറ്റത്തെ പഠിത്തത്തിന് ശേഷം ചേച്ചി ഡിസൈഡ് ചെയ്തു 2 ആഴ്ചയിലെ വെജ് തീറ്റ മാറ്റിയിട്ട് ചിക്കൻ പിടിക്കാൻ പോകുന്നു. ചിക്കൻ ടിക്ക ആൻഡ് ചിക്കൻ ഫ്രൈഡ് റൈസ്. And this is the Kasol Market Junction. മാർക്കറ്റ് ജംഗ്ഷൻ എത്ര മുമ്പ് ചേച്ചി ഒരു കടയിൽ കയറിയതേ ഒരു ഇയറിംഗ് ഒക്കെ വാങ്ങിച്ചു. നമുക്ക് ഫസ്റ്റ് നമുക്ക് അങ്ങോട്ട് പോകണ്ട. നിനക്ക് ജാക്കറ്റ് നോക്കണ്ടേ? കം ടു ദിസ് സൈഡ്. ആക്ച്വലി പാറൂരൊരു വിന്റർ ജാക്കറ്റ് എടുക്കുമെന്ന് പറഞ്ഞാണ് കടയിൽ കയറിയത്. ഞാനൊരു ജാക്കറ്റ് എടുത്തു, പാറൂരൊരു പാൻറ് എടുത്തു കൊടുത്തു. നൈസായിട്ട് പറ്റിച്ചു. പറ്റിക്കാൻ പറ്റിയില്ല ഗായ്സ്. പാറു അടുത്ത കടയിൽ കയറ്റി എന്നെ കൊണ്ട്. പാറു ഷോപ്പുകൾ കയറി ഇറങ്ങി കളിക്കുകയാണ് ഗായ്സ്. ഭജനക്കിരിക്കാൻ പോണുണ്ട് ഇതൊക്കെ ഇട്ട്. അങ്ങനെയല്ല, അതിന് കുറച്ച് ടെക്നിക്കൊക്കെ ഉണ്ട്. ഒരു കൊട്ട് കൈ ഇങ്ങനെയല്ല പിടിക്കേണ്ടത്, കൈ തുറന്ന് പിടിക്കണം. കണ്ടാ, കൈ അടച്ചു പിടിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ സൗണ്ട് മാറും. കസോളുള്ള പരിപാടി കഴിഞ്ഞു. ആറു സെയിം ഓൾഡ് പരിപാടികൾ. ഞം ഞം ഞം. അത് നമ്മൾ കസോളിൽ നിന്ന് നൈസായിട്ടൊന്ന് ചലാല് വരെ ഒന്ന് നടക്കാമെന്ന് ചോദിച്ചു. കാരണം കസോളിൽ ചുറ്റിത്തിരിഞ്ഞപ്പോഴേക്കും ചലാലിൽ ഒരുപാട് പാർട്ടി നടക്കുന്നുണ്ട്. അപ്പോൾ നിറച്ച് ക്രൗഡുണ്ട്. വെറുതെ ചുമ്മാ ചലാലിൽ വരെ ഒന്ന് പോയി നോക്കാം. നമ്മൾ ചലാലിലേക്കുള്ള വഴി കയറി. കഴിഞ്ഞ കൊല്ലം 2-3 ദിവസം ഇവിടെ കിടന്ന് തെണ്ടി നടന്നതാണ്. പഴയ വഴികൾ. പാറുവിൻ്റെ കൈ നിറച്ച് ഷോപ്പിംഗ് ഐറ്റംസ്. നമ്മൾ ഷോപ്പിങ്ങിന് ഇറങ്ങി എങ്ങനെയാണല്ലോ. ചലാലിലേക്ക് നടന്നിട്ടൊരു അരമണിക്കൂറോളമായി. ഒരു 1/2 കിലോമീറ്റർ പോലും ആയിട്ടില്ല. ഒരാളുടെ ഫോട്ടോഷൂട്ടിന് വേണ്ടി ഇറങ്ങിയ പോലെ ഇപ്പോൾ ഇത് ചലാലിലേക്ക് ഇറങ്ങിയിട്ട് നടന്ന് നമ്മൾ ചലാലിലെ ശാന്തി കഫേ എത്തി. അത്യാവശ്യം കലക്കം വ്യൂ ഒക്കെ ഉള്ള കഫേയാണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിൽ നമ്മ ഇത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. നമ്മിവിടെ ഒരു 2 ദിവസം സ്പെൻഡ് ചെയ്തതാണ് ഇവിടെ. ശാന്തി കഫേയിൽ ഒരാൾ ശാന്തിയായിട്ട് ആ മൂലക്കിരിപ്പുണ്ട്. അപ്പോൾ നമ്മൾ ഒരു ചായയൊക്കെ ഓർഡർ ചെയ്തു. വെയിറ്റ് ചെയ്തിരിക്കുന്നു. ഇവിടുത്തെ വ്യൂവും കാര്യങ്ങളൊക്കെ കണ്ട. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വരുമ്പോൾ ഇവിടെ മഴയായിരുന്നു. കലക്കം വ്യൂ അല്ലേ. ഐ ആം ശാന്തി. ഇതേ നമ്മളിവിടെ വേറൊരു ചെറിയ റൂമും കൂടിയുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം വരുമ്പോൾ ഈ ആർട്ടൊന്നും ഇല്ല കേട്ടോ. വാവ്, നോക്കി ആർട്ട്, കിടുക്കാച്ച ആർട്ട്. ശാന്തി മന്ത്ര. നൈസ്. പിന്നെ ഇവിടെ അക്കോമഡേഷൻ സെറ്റപ്പും ഉണ്ട്. ഇതിൻ്റെ മുകളിലേക്കാണ് റൂംസ്. ഇവിടെ താറ്റൂർക്ക് പോവുക. നമുക്ക്
നമുക്ക് ശാന്തി കഫേയുടെ മേളിലൊരു സെറ്റപ്പ് കാണിച്ചു തരാം കേട്ടോ. ഇങ്ങനെയുണ്ട് റൂമിന്റെ വ്യൂ. വാവ്, പൊളി. ശാന്തി കഫേന്ന് പയ്യെ താഴത്തേക്ക് ഇറങ്ങി ദേ ഇവിടെ നമ്മുടെ പാർവതി വാലിയിലേക്ക് ഇറങ്ങി. ഇടിലം വ്യൂ, രക്ഷയില്ല. സൺസെറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. എല്ലായിടത്തും നിറച്ച ആൾക്കാരാണ്ട. നമ്മൾ തിരിച്ച് കസോളിലേക്ക് നടന്നു തുടങ്ങി. കസോളിലേക്കല്ല, നേരെ ചോജിലേക്ക്. കസോളിലെത്തിയിട്ട് അവിടെ നിന്ന് നേരെ ചോജിലേക്ക് നമുക്ക് തിരിച്ച് റൂമിലേക്ക് പയ്യെ വിടാം. വൈകുന്നേരം എപ്പോഴും കുറച്ച് ശാന്തി ഉണ്ട് കേട്ടോ. റോട്ടിലധികം വണ്ടിയൊന്നുമില്ല, തിരക്കുകളൊന്നുമില്ല. എനിക്ക് തോന്നുന്നു വന്നവരൊക്കെ തിരിച്ച് പോയെന്ന് തോന്നുന്നു. എന്തായാലും ക്ലൈമറ്റ് ചെറുതായിട്ട് മൂടി തുടങ്ങി. ഇപ്പം സമയം 7:30. ദിവാകരൻ ഓവർ ടൈമാണ് ഇവിടെ. തണുപ്പ് ചെറുതായിട്ട് വന്നു തുടങ്ങി. അങ്ങനെ 3-4 കിലോമീറ്റർ നടന്ന് നമ്മൾ തിരിച്ച് ചോജിലെത്തി. ഗായ്സ്, ചോജി നൈറ്റ് വെറുതെ പൊളിയാണ്ട. അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ എല്ലായിടത്തും പാട്ടും ബഹളമൊക്കെ ഇരിക്കുള്ളൂ. തിരിച്ച് റൂമിൻ്റെ അവിടെ എത്തി. രാത്രി ആയപ്പോഴേക്കും ഇവിടുത്തെ ഗസ്റ്റൊക്കെ ഫുള്ളായെന്ന് തോന്നുന്നു. ഒരുപാട് പേരുണ്ട്. നല്ല ഒച്ചപ്പാടും ബഹളമൊക്കെ ഇരുന്നു. ഇപ്പോഴാണ് അവർ പുറത്തേക്ക് പോയത്. അപ്പോൾ എന്തായാലും കുറച്ച് സ്നാക്സ് മേടിക്കാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങുന്നു. ഡിന്നർ സ്നാക്സിലാക്കി. വയറ് ഫുള്ളാണ്. മറ്റേ നമ്മൾ നേരത്തെ കഴിച്ച ഫ്രൈഡ് റൈസിൽ വയറ് ഫുള്ളായി. ഫ്രൈഡ് റൈസിന് ടിക്കാൻ കഴിച്ചായിരുന്നില്ല. ഓഫ്, ഹെവി ആയിരുന്നത്. അപ്പോൾ എന്തായാലും ഡിന്നർ സ്നാക്കാക്കി. കസോൾ വീഡിയോ നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻ്റ് ആയിട്ട് ഇടുക. അണ്ടിൽ നെക്സ്റ്റ് വീഡിയോ, ശംഭോ മഹാദേവ.